5 വർഷത്തിനിടെ ഇന്ത്യയിൽ വൻ ഭീകരാക്രമണങ്ങൾ നടന്നിട്ടില്ലെന്ന അവകാശവാദവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശനിയാഴ്ച ബംഗളൂരുവിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് പുൽവാമ ഉറി ഭീകരാക്രമണങ്ങൾ മറന്ന് പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിച്ചത്. മോദി ഭരണം പരാജയമെന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് മോദിയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. 5 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ വൻ ഭീകരാക്രമണം നടന്നിട്ടില്ലെന്നായിരുന്നു മോദിയുടെ വാദം. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് വ്യക്തമാക്കുന്നതാണ് മോദിയുടെ പ്രസംഗം. चौकीदार के 5 वर्ष की चौकीदारी में कोई बड़ा धमाका हुआ क्या? 5 वर्ष पहले तक जिनको रोक पाना नामुमकिन लगता था, उसको मुमकिन किसने किया? किसने मुमकिन किया? किसने बनाया? സൈന്യത്തിന്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കരുതെന്ന പെരുമാറ്റച്ചട്ട ലംഘനമാണിത്. 5 വർഷം മുമ്പ് ആരെയൊക്കെയാണോ തടയാതിരുന്നതെന്നും അവരെ ഇപ്പോൾ തടയാമെന്നും മോദിയുടെ പ്രസംഗത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. അയ്യപ്പന്റെ പേരിൽ പ്രധാനമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയിലെ കാണിക്ക തടഞ്ഞവരാണ് ബിജെപിക്കാർ. അയ്യപ്പ ഭക്തരെയല്ല അറസ്റ്റ് ചെയ്തത്, ആസൂത്രിതമായ അക്രമം നടത്തിയ ക്രിമിനലുകളെയാണ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് ചട്ടം മോദിക്കും ബാധകമാണെന്നും പശുവിന് വേണ്ടി മനുഷ്യരെ കൊല്ലുന്നവർക്കൊപ്പമാണ് കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മോദിയോട് ഒരു കാര്യം പറയാനുള്ളൂ, തെരഞ്ഞെടുപ്പ് ചട്ടം എല്ലാവർക്കും ബാധകമാണ്, അത് പ്രധാനമന്ത്രിക്കും ബാധകമാണ്. കേരളത്തിൽ വന്ന് തീർത്ഥാടകർ എന്ന് മാത്രം പറഞ്ഞു, തീർത്ഥാടന കേന്ദ്രം എന്ന് മാത്രം പറഞ്ഞ് തൊട്ടപ്പുറം മംഗലാപുരം അവിടെ പോയി നേരെ ശബരിമലയെയും അയ്യപ്പനെയും എല്ലാം എടുത്തു പറഞ്ഞ് കേരളത്തെ അപമാനിക്കാൻ പുറപ്പെടുന്നത് മാന്യതയല്ല. ആ സ്ഥാനത്തിരിക്കുമ്പോ ആ മാന്യത പുലർത്താനുള്ള ആർജവം കാണിക്കണം എന്നാണ് മോദിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. 50% വിവിപാറ്റ് എണ്ണണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. CPIM ഉൾപ്പെടെ 23 പ്രതിപക്ഷ പാർട്ടികളാണ് ആവശ്യം ഉന്നയിച്ചത്. ഇക്കാര്യം ഉന്നയിച്ച് സുപ്രീംകോടതിയെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് 50% വിവിപാറ്റുകൾ എണ്ണണമെന്ന ആവശ്യം ശക്തമാക്കിയത്. CPIM, CPI, കോൺഗ്രസ്, ആം ആദ്മി, SP തുടങ്ങി 23ഓളം പ്രതിപക്ഷ പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും യോഗത്തിൽ ശക്തമായി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമല്ലെന്നും BJPയെ സഹായിക്കുന്ന തരത്തിലാണ് കമ്മീഷന്റെ പ്രവർത്തനമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. വിവിപാറ്റ് എണ്ണുന്നതിൽ സുപ്രീംകോടതി വിധിയിൽ തൃപ്തിയില്ലെന്നും യോഗം വ്യക്തമാക്കി. 50% വിവിപാറ്റ് എണ്ണണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കാനും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. പുനഃപരിശോധനാ ഹർജി നൽകണോ അതോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യം എല്ലാ പാർട്ടികളും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് CPIM PB അംഗമായ നീലോത്പൽ ബസു വ്യക്തമാക്കി. We think that 50% demand with which we went to the Supreme Court, the 21 opposition parties, that needs to be taken into cognizance and appropriate decisions should be taken by the Election Commission. അതേസമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ആന്ധ്രാപ്രദേശിൽ വോട്ടിംഗ് യന്ത്രത്തിൽ വ്യാപക ക്രമക്കേട് നടന്നെന്നും ചന്ദ്രബാബു നായിഡു ചൂണ്ടിക്കാട്ടി. ക്രമക്കേട് നടന്ന 150 സീറ്റുകളിൽ വീണ്ടും വോട്ടിംഗ് നടത്തണമെന്നും ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. PS ശ്രീധരൻപിള്ളയുടെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശത്തിലും സൈനിക വിരുദ്ധ പരാമർശത്തിലും CPMന്റെ പരാതി. ശ്രീധരൻപിള്ളയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയതായി V. ശിവൻകുട്ടി. ശ്രീധരൻപിള്ളയുടെ ലക്ഷ്യം കലാപമുണ്ടാക്കലെന്നും V. ശിവൻകുട്ടി പറഞ്ഞു. ഇന്നലെയായിരുന്നു ശ്രീധരൻപിള്ളയുടെ വിവാദ പരാമർശം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിലാണ് BJP അധ്യക്ഷൻ കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. ജീവനെ പണയപ്പെടുത്തി ഒരു രാജ്യം നേടിയ വിജയം നടക്കുമ്പം 3 സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായി ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ ഏത് മതക്കാരാ, ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. PS ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെയാണ് ആറ്റിങ്ങൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി V. ശിവൻകുട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഒരു സമൂഹത്തിന്റെ പേര് തന്നെ എടുത്തു പറഞ്ഞിട്ട് മുസ്ലിം സമുദായമെന്ന് ആ സമൂഹത്തിന്റെ പേര് തന്നെ എടുത്തു പറഞ്ഞിട്ടാണ് ആ മുസ്ലിം സമുദായം ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി, ചില അടയാളങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി
ഉടുതുണി മാറ്റണമെന്നാണ് ശ്രീധരൻപിള്ള ഒരു ഇതുമില്ലാതെ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. പരസ്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങളുടെ ലംഘനമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ജില്ലാ വരണാധികാരിക്കും ആറ്റിങ്ങൽ സബ് ഇൻസ്പെക്ടർക്കും ആറ്റിങ്ങൽ SP-ക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം പരാതി നൽകിയിട്ടുണ്ട്. PS ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം മണ്ഡലത്തിൽ ചർച്ചയാക്കാനാണ് LDF തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തനത്തിനിറങ്ങുന്നില്ലെന്ന ശശി തരൂരിന്റെ പരാതിയിൽ KPCC നേതൃയോഗം ചേർന്നു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾക്ക് ബോധ്യപ്പെട്ടു. പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുവാനും പരാതിയുമായി പരസ്യമായ രംഗത്ത് വന്ന നേതാക്കളുമായി ചർച്ച നടത്താനും യോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരത്തെ BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ തുടർന്ന് ശശി തരൂർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് AICC തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രത്യേക നിരീക്ഷകനെ നിയോഗിച്ചത്. നിരീക്ഷകനായ AICC നേതാവ് നാനാ പട്ടോളി ഇന്ന് തിരുവനന്തപുരത്തേക്ക് വരാനിരിക്കെയാണ് KPCC നേതൃയോഗം ചേർന്നത്. യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്കും പങ്കെടുത്തു. തരൂരിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾക്ക് ബോധ്യപ്പെട്ടു. താഴേക്കിടയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുവാനും യോഗത്തിൽ തീരുമാനമായി. പരാതിയുമായി പരസ്യമായി രംഗത്തുവന്ന നേതാക്കളുമായി ചർച്ച നടത്തുവാനും തീരുമാനിച്ചു. എന്നാൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും പ്രത്യേക നിരീക്ഷകനെ നിയോഗിച്ചത് പരാതിയെ തുടർന്ന് അല്ലെന്നും AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്ക് പറഞ്ഞു. No such thing as any special observer. I think there are misunderstandings about this. We as a party have people going to various constituencies, and in other constituencies also there are some leaders who have gone there to coordinate the efforts. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് BJP രഹസ്യ കൂട്ടുകെട്ടും രഹസ്യധാരണയെ തുടർന്ന് കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനത്തിൽ നിന്നുള്ള പിന്മാറ്റവും പീപ്പിൾ TVയാണ് പുറത്തു കൊണ്ടുവന്നത്. തുടർന്നാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ശശി തരൂർ AICC-ക്കും KPCC-ക്കും പരാതി നൽകിയത്. പ്രത്യേക നിരീക്ഷകനെ നിയോഗിച്ചത് പരാതിയെ തുടർന്നല്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്ക് പറയുമ്പോഴും ഏറെക്കാലം BJP നേതാവായിരുന്ന ഇപ്പോഴത്തെ AICC അംഗം നിരീക്ഷകനായി വരുമ്പോൾ കോൺഗ്രസിലെ പ്രതിസന്ധി ഇതുകൊണ്ടൊന്നും തീരില്ലെന്നും BJPയെ സഹായിക്കുന്നവർ തുടർന്നും അത് ചെയ്യുമെന്നും ഉറപ്പാണ്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ നടി ലീന മരിയ പോളിനെ സഹായിച്ചവർക്കെതിരെയും ഭീഷണി മുഴക്കി അധോലോക നായകൻ രവി പൂജാരി. ഇവരെ നേരിട്ട് ഫോണിൽ വിളിച്ച് രവി പൂജാരി കൊച്ചിയിലെ കാര്യങ്ങൾ താൻ കൃത്യമായി അറിയുന്നുണ്ടെന്നും കരുതിയിരിക്കാനും മുന്നറിയിപ്പ് നൽകി. അതേസമയം വെടിയുതിർത്ത സംഘത്തെ പിടികൂടിയ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 25 കോടി രൂപ ആവശ്യപ്പെട്ടാണ് അധോലോക നായകൻ രവി പൂജാരി നടി ലീന മരിയ പോളിനെ ഭീഷണിപ്പെടുത്തിയത്. നടി വഴങ്ങാതെ വന്നതോടെയാണ് കൊച്ചി സ്വദേശികളായ ബിലാൽ, വിപിൻ എന്നിവരെ ഉപയോഗിച്ച് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന നടിയുടെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെപ്പ് നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് നടിയെ സഹായിച്ചവരെയും സുഹൃത്തുക്കളെയുമാണ് ഇപ്പോൾ രവി പൂജാരി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. കേസിൽ നിന്നും ഒഴിയണമെന്നാവശ്യപ്പെട്ട് നടിയുടെ അഭിഭാഷകനും ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ കാര്യങ്ങൾ താൻ കൃത്യമായി അറിയുന്നുണ്ടെന്നും കരുതിയിരിക്കാനും ഭീഷണി സന്ദേശത്തിലുണ്ട്. വിവരങ്ങൾ രവി പൂജാരിയെ കൃത്യമായി അറിയിക്കുന്ന സംഘം കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഫോൺ കോളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം സ്വദേശികളായ 2 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പെരുമ്പാവൂരിലെ കുപ്രസിദ്ധ ക്രിമിനൽ സംഘവുമായി അടുത്ത ബന്ധമുള്ള ബിലാൽ, വിപിൻ എന്നിവർ തന്നെയാണ് വെടിവെപ്പ് നടത്തിയതെന്നതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. രവി പൂജാരിയുടെ സംഘം ഇവരുമായി ബന്ധപ്പെട്ടത് കാസർഗോഡുള്ള ഗുണ്ടാ സംഘം വഴിയാണ്. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനയും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ പാർലമെന്റ് നിയോജക മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിനിമാ താരം പ്രകാശ് രാജിന് CPIM ബാംഗ്ലൂരിൽ സ്വീകരണം നൽകി. ഗാന്ധിജി മുതൽ ഗൌരി ലങ്കേഷ് വരെയുള്ളവരെ കൊല ചെയ്ത ശക്തികൾ ഇനി അധികാരത്തിലെത്തരുതെന്നും ആ ശക്തികളുടെ B ടീമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പ്രകാശ് രാജ് പറഞ്ഞു. ലോകത്തെങ്ങുമുള്ള എല്ലാ മലയാളികൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്ലാദകരമായ വിഷു ആശംസകൾ നേർന്നു. നന്മയുടെയും പുരോഗതിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവും എത്തുന്ന വിഷു മലയാളികളുടെ കൊയ്ത്തുത്സവം കൂടിയാണ്.
മഹാപ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ കാർഷിക മേഖലയെ വീണ്ടെടുക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് നല്ല ഫലം കണ്ടു തുടങ്ങിയെന്നും ഏറെ പ്രതീക്ഷ നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.